ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. ഓണം വെക്കേഷനായിട്ട് സയാന് 10 days ഹോളിഡേ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ വീട്ടിലിരുന്ന് ബോറടിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനും സയാനും കൂടിയിട്ടാണ് പോകുന്നത്. ലുലുലൊക്കെ പോകാറുണ്ട്, പക്ഷെ പാർക്കിലൊക്കെ പോകുന്നത് ഒറ്റയ്ക്ക് ഫസ്റ്റ് ടൈമാണ്. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. മറൈൻ എക്സ്പോ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാ. മറൈൻ എക്സ്പോ കഴിഞ്ഞ തവണയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ എപ്പോഴും നിങ്ങൾ പറയാറില്ലേ വ്ളോഗ് ഷെയർ ചെയ്യുന്നതാണ് കൂടുതൽ താല്പര്യമെന്ന്. അപ്പോൾ അതാണിപ്പോൾ കൂടുതലും വ്ളോഗായിട്ട് തന്നെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം, അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരും കേട്ടോ. അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. ഇന്ന് ഞാൻ ശരിക്കും വീഡിയോ എടുക്കണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്പൈഡർമാൻ്റെ ഒരു പ്രോഗ്രാം ടി വിയിൽ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ സയാൻ സ്പൈഡർമാൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണ് ആ ഒരു പ്രോഗ്രാം കാണാറ്. പിന്നെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലാറ്റിൻ്റെ അപ്പുറത്ത് തന്നെ പറമ്പിൽ JCB വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സയാൻ അത് വിൻഡോ കൂടി നോക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത്. പിന്നെ ഇങ്ങനെ കുറച്ച് നേരം അവന് ബോറടിക്കുമ്പോഴത്തേക്കും ബാൽക്കണി പോവും, വിൻഡോയിലൊക്കെ നിൽക്കോട്ടാ. അങ്ങനെ പെട്ടെന്ന് ഓർത്തപ്പോഴാണ് മറൈൻ എക്സ്പോ നടക്കുന്നത് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനും സയാനും കൂടി പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ സയാനും കൊണ്ടിട്ട് എക്സ്പോ കാണാനൊക്കെ പോകുന്നത്. അപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. പിന്നെ നമ്മൾ ഇറങ്ങിയത് ഒരു 2:30-2:45 ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഈ ഒരു സമയത്ത് വന്നപ്പോഴത്തേക്കും അത്രയും ഭയങ്കര തിരക്കും. ഞങ്ങളും പിന്നെ വേറൊരു ഫാമിലിയും ആയിരുന്നു ടിക്കറ്റ് കൗണ്ടറിൽ ഉണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾ ശരിക്കും എക്സ്പോ കാണാൻ പോയത് ഫ്രൈഡേ ആണ് കേട്ടോ, അതായത് ഉത്രാടത്തിൻ്റെ തലേദിവസം. പിന്നെ സയാനിവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഒരുപാട് മീനൊക്കെ കണ്ടപ്പോഴത്തേക്കും അക്വേറിയത്തിലൊക്കെയുള്ള ഫിഷാണ് ഇവിടെ അധികം ഉള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വലിയ ആൾക്കാർക്ക് 120 rupees ടിക്കറ്റ് റേറ്റ്, കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. സയാന ടിക്കറ്റിൻ്റെ റേറ്റൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു കേട്ടോ, അതിൽ വെറൈറ്റി മീനുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടാ. എനിക്ക് കുറേ മീനിൻ്റെ പേരൊന്നും അറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് ഷാർക്കും ഓസ്കറും ഗോൾഡ് ഫിഷും മാത്രമേ എനിക്കറിയുള്ളൂ കേട്ടോ. ഒരുപാട് ചെറിയ മീനുകളുണ്ട്, പിന്നെ കുറേ വലിയ ടൈപ്പ് മീനൊക്കെ ഉണ്ട് കേട്ടോ. കുറേ മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു മീൻ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. സയാൻ ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ആരെങ്കിലും വന്ന് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് കണ്ടു നോക്കുക. നമ്മളിങ്ങനെ ഫിഷ് ടാങ്കിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും മീൻ നമ്മളെ വന്ന് ഇങ്ങനെ നോക്കിയിട്ട് പോണ പോലെയൊക്കെ തോന്നിയിട്ടാണ്. സയാൻ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും എല്ലാ ഫിഷ് ടാങ്കിലും മീനൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുമായിരുന്നു. പറ്റുന്ന പോലെയൊക്കെ ഞാൻ മാക്സിമം വീഡിയോ എടുക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അകത്ത് കയറിയപ്പോഴത്തേക്കും കുറച്ചൊന്ന് തിരക്കുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫിഷ് ടാങ്കിലെ ഫിഷിനെയാണ് കേട്ടോ. പിങ്ക്, ഗ്രീൻ, ഒരുപാട് ഭയങ്കര കളർഫുള്ളായിട്ടില്ലേ ഈ ഒരു ഫിഷ് ടാങ്കിലെ മീനെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു മീനിൻ്റെയാണ് കേട്ടോ അധികം വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര നല്ല കളർഫുള്ളായിട്ടുള്ള ഫിഷ് അല്ലേ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ മീനുകളായതുകൊണ്ട് തന്നെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരു ടണൽ പോലെയാണ് കേട്ടോ. ഇതും വലിയൊരു അക്വേറിയമാണ്. മോൾ ഭാഗത്തു കൂടിയും ഇങ്ങനെ മീനൊക്കെ പോകുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും ഓണം വെക്കേഷൻ ആയതുകൊണ്ട് നല്ല പോലെ തിരക്ക് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് അറിഞ്ഞത് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഓപ്പൺ ആവുന്നതെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 3 മണി 3:30 ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ വന്ന് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മീനിൻ്റെ പേരൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കങ്ങനെ മീനിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയാവുന്നത് ഒരു 2-3 ടൈപ്പ് മീനിൻ്റെ പേര് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും എനിക്ക് ഹസ്ബൻഡാണ് കേട്ടോ വീഡിയോ എടുത്ത് തരാറുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നല്ല ക്ലിയറായിട്ട് എടുത്തു തരാറുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് ഞാനാണ് വീഡിയോ എടുത്തേക്കുന്നത്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ടോ. കുറച്ചും കൂടെ നല്ലപോലെ എടുക്കുമായിരുന്നു എന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും സയൻ തന്നെ ഓടി നടന്ന് എല്ലാ ഫിഷ് ടാങ്കിലും പോയി നോക്കി അങ്ങനെ മീനൊക്കെ നോക്കി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിഷ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ആദ്യം. ഈ ഒരു ഫിഷ് ഓസ്കറാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നത് ഓസ്കറായിരുന്നു കേട്ടോ. വൈറ്റ് ആൻഡ് ബ്ലാക്കും 2 കളറിലുള്ള ഓസ്കറും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിലെത്തിയപ്പോഴത്തേക്കും കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്ത്.
ഇത് ഷാർക്കാണെന്ന് മാത്രമേ എനിക്കറിയാം കേട്ടോ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിലുള്ള ഷാർക്ക്. പിന്നെ അതും ഒരുപാടുണ്ടായിരുന്നു കേട്ടോ, അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന ദിവസം അധികവും ലേഡീസും കുട്ടികളും തന്നെയായിരുന്നു കേട്ടോ അധികവും ഉണ്ടായിരുന്നത്. നമ്മൾ കഴിഞ്ഞ കൊല്ലം മരൺ എക്സ്പോ വന്നപ്പോഴത്തേക്കും കാണാൻ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട്, അപ്പോൾ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തീരെ സ്ഥലം കിട്ടിയില്ല. അപ്പോൾ കാർ പാർക്കിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഫുള്ളായിരുന്നു. അപ്പോൾ ഈ മരൺ എക്സ്പോ നടക്കുന്നത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ്. അപ്പോൾ അവിടെ പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു. എന്നിട്ട് നമ്മൾ മറൈൻ ഡ്രൈവിലൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്തവണ വന്നപ്പോൾ ജസ്റ്റ് ഞാനും ജയനും കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഹസ്ബൻഡിന് ഇത് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒറ്റയ്ക്ക് പോയത്. ഈ ഒരു ഫിഷിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫിഷല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഫിഷിനെ കണ്ടപ്പോഴത്തേക്കും ജയാന് പറയാം നമുക്ക് വീട്ടിലും ഇങ്ങനെ ഫിഷിനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് പപ്പ വരുമ്പോൾ പറഞ്ഞിട്ട് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. പിന്നെ ഇവിടെ പോപ്കോൺ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജയന് പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് പോപ്കോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പോപ്കോൺ ഇഷ്ടമല്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോപ്കോൺ. ഇവിടെ വന്നപ്പോഴത്തേക്കും മെർമെയ്ഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ജയൻ ടാറ്റ കൊടുത്തപ്പോഴത്തേക്കും തിരിച്ചും ടാറ്റയൊക്കെ തന്നിട്ടാ. ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് കേട്ടോ മത്സ്യകന്യകനെ നേരിട്ട് കാണുന്നത്. ഇതെനിക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ നേരിട്ട് മത്സ്യകന്യകയെ കാണുന്നത് കേട്ടോ. ആ ഒരു ഏരിയയിൽ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ശ്വാസം എടുക്കാനാണെന്ന് തോന്നുന്നു മുകളിൽ പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കുട്ടികളൊക്കെ ടാറ്റ കൊടുക്കുമ്പോഴത്തേക്കും തിരിച്ചും ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ സ്റ്റാർ ഫിഷൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് സീ വാട്ടറിലുള്ള ഫിഷാണെന്ന് തോന്നുന്നു. കാണാനും നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഐസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂബ ഡൈവറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പുള്ളിയുടെ കയ്യിൽ ഓക്സിജൻ സിലിണ്ടർ ഉള്ളതുകൊണ്ട് പിന്നെ ശ്വാസം എടുക്കാൻ വേണ്ടി മുകളിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ജയാനൊക്കെ ശരിക്കും ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ അവൾ നിന്നിട്ട് ഇങ്ങനെ ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. ടോയ്സിൻ്റെ, പിന്നെ അച്ചാർ, ചെടികളുടെ, പിന്നെ നൈഫ്. ഞാനിവിടെ അധികം വീഡിയോസ് എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ജയാൻ ടോയ്സിൻ്റെ കട കണ്ടപ്പോഴത്തേക്കും അങ്ങോട്ടൊക്കെ ഓടണമായിരുന്നു കേട്ടോ. എന്നിട്ട് കുറേയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതൊന്നും വേണ്ട നമുക്ക് പപ്പ വരുമ്പോൾ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഞാൻ നൈഫൊക്കെ നോക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ജയൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ വാങ്ങിച്ചില്ല. പിന്നെ ഓണമായതുകൊണ്ട് തന്നെ ഒരുപാട് സെറ്റ് സാരി, ഇത് നമ്മുടെ പണ്ട് കാലത്ത് കിട്ടുന്ന ഒരുപാട് മിഠായി ഉണ്ടായിരുന്നു കേട്ടോ. പുളി മിഠായി, ജീരക മിഠായി, നാരങ്ങ മിഠായിയൊക്കെ. പിന്നെ ഇവിടെ നിന്ന് ജയനൊരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഇഷ്ടംപോലെ റൈഡ്, പിന്നെ സ്നാക്സിൻ്റെയൊക്കെ ഷോപ്പ് ഉണ്ടായിരുന്നു, ബജ്ജി അങ്ങനെയൊക്കെ. അപ്പോൾ ജെയിൻ വീലിൽ കയറണം എന്നൊക്കെ ജയൻ കുറേ പറഞ്ഞു നോക്കിയേട്ടാ. ഉത്സവമൊക്കെ വരുമ്പോഴത്തേക്കും ഉത്സവപ്പറമ്പിൽ കാണുന്ന പോലെ ഒരുപാട് റൈഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. നമ്മളതിലൊന്നും കയറിയില്ല കേട്ടോ. ജസ്റ്റ് നടന്ന് പിന്നെ അവിടെ നിന്ന് അടുത്ത് തന്നെയാണല്ലോ പാർക്ക്. അപ്പോൾ സുഭാഷ് പാർക്കിലൊക്കെ ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ പോയൊരു ടൈമിൽ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ജയാന് ഊഞ്ഞാലിരിക്കണം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഊഞ്ഞാലൊക്കെ ഇരുന്ന് 2 ടൈപ്പ് ഊഞ്ഞാലും ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു വലിയൊരു ചെയർ കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പാർക്കിൽ കുറച്ച് നേരം ഞാൻ ഓടിയൊക്കെ കളിച്ച്. ജയാൻ ഇതിൽ കയറുന്ന പറഞ്ഞിട്ട് എനിക്ക് ശരിക്കും ചെറിയ പേടിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് കുറച്ച് കയറി കഴിഞ്ഞിട്ട് തിരിച്ച് വരുമെന്ന് വിചാരിച്ച്. അവനിങ്ങനെ മുകളിൽ കയറിപ്പോയി. പക്ഷേ എനിക്ക് പിടിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് താഴെ ഇറക്കി കേട്ടോ. സ്ലൈഡിൽ കയറാമെന്ന് പറഞ്ഞപ്പോഴാണ് ജസ്റ്റ് താഴേക്ക് ഇറങ്ങിയത്.
അതുപോലത്തെ തന്നെ ജിറാഫും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജിറാഫിൽ കയറുന്നതെല്ലാം ഏകദേശം വലിയ കുട്ടികളായിരുന്നു. പിന്നെ അതിന്ന് ഓരോന്നൊക്കെ പറഞ്ഞിറക്കി പിന്നെ അത് ആ സ്ലൈഡിലേക്ക് കൊണ്ടുവന്നിട്ടാ. ഹലോ ക്യാ ജയാൻ yellow. സ്ലൈഡിൽ കയറി കോൺഫിഡൻ്റ് ആയപ്പോഴത്തേക്കും ലാസ്റ്റ് തിരിഞ്ഞൊക്കെ വരാൻ തുടങ്ങിയിട്ടാ. ഇതൊക്കെ കാണിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ട് പേടിയായി. പിന്നെ ഇവിടെ നിന്ന് വിളിച്ചിട്ട് വരുന്നില്ല കേട്ടോ, കുറച്ചേരം കൂടി കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു വരുന്നത്. പിന്നെ ഒരുപാട് കുട്ടികളുമായി കുറച്ച് തിരക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കുറേ സാധനം ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരാം, അവിടെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് ലുലുവിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് അതും വേണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വേണ്ട, എന്ത് പറഞ്ഞിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് വരൂല, കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ചേരം കൂടി കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. Zayan, hello क्या? Bye Zayan, bye. വെള്ളം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് പിന്നെയും സ്ലൈഡിലേക്ക് വരുന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ വെള്ളം കാണാൻ വേണ്ടി വരുന്നത്. ഇനി ഇവിടെ നിന്ന് എന്ത് പറഞ്ഞ് കൊണ്ടുപോകുന്നൊന്നും എനിക്കറിയില്ല. എന്നിട്ട് ജസ്റ്റ് കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് കുറച്ച് നേരം അവിടേക്ക് ഒന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ മൈൻഡൊക്കെ മാറ്റിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് മറന്നു പോകും, ഇനി സ്ലൈഡിലേക്കൊന്നും പോകണം പറയില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഞാൻ ആ ഒരു സമയത്ത് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ കരഞ്ഞ് സ്ലൈഡിൽ കയറണം എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് പിന്നെ നമ്മളിനി നേരെ ലുലുവിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ലുലു മോളിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഇവിടെ ഒരു ആനയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ വരുമ്പോൾ എടുക്കാൻ അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ജസ്റ്റ് കണ്ടാൽ മതി, ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞു.
അങ്ങനെ ജസ്റ്റ് ആനനൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ലുലുയുടെ അകത്ത് കയറി. ഹസ്ബൻഡ് അപ്പോൾ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓഫീസ് കഴിഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടിയിട്ട് താഴെ ഹസ്ബൻഡ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളാണ് ആദ്യം എത്തിയത്. അത് കഴിഞ്ഞിട്ടാണ് ഹസ്ബൻഡ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ താഴേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഓണത്തിൻ്റെ എന്തൊക്കെയോ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ താഴെ. അപ്പോൾ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഇന്ന് ലുലുവിൽ. എന്തോ ലൈവായിട്ടുള്ള ഓപ്ഷൻ എന്തോ നടക്കാനിടാ. ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ കറക്റ്റായിട്ട് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ ജയാനെ കുറച്ച് റൈഡിലൊക്കെ നിർത്തി കളിപ്പിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരം ജയാനം കൊണ്ട് റൈഡിലൊക്കെ നിർത്തി. അങ്ങനെ ഒന്ന് കുറച്ച് മൂഡൊക്കെ ഒന്ന് ഓക്കെ ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് പാരഗണിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ബിരിയാണി ജസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഹൈപ്പറിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പൂക്കളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ മെയിനായിട്ട് ജയാന് ബ്രഷ് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. ടൂത്ത് ബ്രഷ് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഡൈനോസറിൻ്റെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പേസ്റ്റ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ജയാന് വീട്ടിലുള്ള ബ്രിസിൽ കുറച്ച് ഹാർഡാണ്. അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേറൊരു ബ്രഷ് വാങ്ങിച്ചതാണ്. പിന്നെ ജയാന് പേസ്റ്റൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചതാണ് നമ്മൾ ഇറങ്ങിയിട്ടാണ്. പിന്നെ താഴെ പെനി ക്യാൻഡി ഐസ്ക്രീം ഉണ്ട്. അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ച് ഇവിടെ വരുമ്പോൾ എടുക്കും വാങ്ങിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും ബ്ലൂബെറിയുടെ ഫ്ലേവറാണ് ഇഷ്ടം കേട്ടോ. ഹസ്ബൻഡിന് മാംഗോ, ജയന് സ്ട്രോബെറി, അങ്ങനെ 3 ഐസ്ക്രീം വാങ്ങിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ പുതിയ വ്ളോഗ്സോ റെസിപ്പീസോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.